നമുക്കിത് 3 ഡിഫറൻസസ് പോലെ ടേബിളായിട്ട് പഠിക്കാം. ആദ്യം അണ്ടർ റീൻഫോഴ്സ്ഡ്, പിന്നെ ഓവർ റീൻഫോഴ്സ്ഡ്, പിന്നെ ബാലൻസ്ഡ്. അപ്പോൾ ആദ്യം അണ്ടർ റീൻഫോഴ്സ്ഡിൻ്റെ ഡയഗ്രം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് വരിക. ഇവിടെ കംപ്രസീവ് ആയിട്ടുള്ള റീജിയൻ ടെൻസൈൽ, പിന്നെ ഇവിടെയാണ് സ്റ്റീൽ വരിക താഴെ, പിന്നെ ഇതിട്ടിട്ട് ഇതുവരെ ഉള്ളത് എക്സ് യു മാക്സ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഫസ്റ്റത്തെ അണ്ടർ റീൻഫോഴ്സ്ഡിൽ എക്സ് യു ലെസ് ദാൻ എക്സ് യു മാക്സ് ആയിരിക്കും. എക്സ് യു മാക്സ് ഇത് പാതി വരെ ആയിരിക്കും ഉണ്ടാവുക, എക്സ് യു എന്ന് വെച്ചാൽ ഇതുവരെ ആയിരിക്കും ഉണ്ടാവുക എക്സ് യു. ഇതിൻ്റെ ഡയഗ്രം എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുക വെച്ചാൽ ഈ പോയിൻ്റ് ഉണ്ടല്ലോ, ഇതായിരിക്കും നമ്മുടെ ഡയഗ്രാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ താഴെ എഴുതാൻ പറ്റിയ പോയിന്റ് വെച്ചാൽ ഇവിടെ ഉണ്ടാക്കുന്ന ഫെയിലിയറിനെ നമ്മൾ എന്താ പറയുക, ഡക്റ്റൈൽ ഫെയിലിയർ എന്നാണ് പറയുക. ഡക്റ്റൈൽ ഫെയിലിയർ നോട്ടീസ് ചെയ്യുക, അണ്ടർ റീൻഫോഴ്സ്ഡിൻ്റെ താഴെ എഴുതുന്നത് ഡക്റ്റൈൽ ഫെയിലിയർ. പിന്നെ ഇവിടെ ആദ്യം സ്റ്റീൽ ഈൽഡ്സ്, പിന്നെയാണ് കോൺക്രീറ്റ് ക്രഷ് ആവുക. സ്റ്റീലാണ് ആദ്യം ഈൽഡ് ആവുക, പിന്നെയാണ് കോൺക്രീറ്റ് സ്ട്രക്ചർ ആവുക. അപ്പോൾ നമ്മളത് എഴുതണം, സ്റ്റീൽ ഈൽഡ്, പിന്നെയാണ് കോൺക്രീറ്റ് സ്ട്രക്ചർ അല്ല ക്രഷ് ആവുക, പൊട്ടിപ്പോവുക, ഫെയിലിയർ ആണല്ലോ. പിന്നെ ഈ ഓവർ റീൻഫോഴ്സ്ഡും ബാലൻസ് റീൻഫോഴ്സ്ഡും കാട്ടി ഏറ്റവും എന്താണ് സേഫും അധികം ആൾക്കാർ യൂസ് ചെയ്യണതും അണ്ടർ റീൻഫോഴ്സ്ഡ് കണ്ടീഷനാണ്. അപ്പോൾ നമുക്കതിനെ സേഫ് എന്ന് പറയാൻ പറ്റും. അപ്പം പിന്നെ അത് മാത്രമല്ല, ഇവിടെ എക്സ് യു ലെസ് ദാൻ എക്സ് യു മാക്സ് അല്ലേ. ഇത് ഓവർ റീൻഫോഴ്സ്ഡ് ആണ്. ഓവർ റീൻഫോഴ്സ്ഡ് എന്ന് പറയുമ്പോൾ ബ്രിട്ടിൽ ഫെയിലിയർ ആണ്. ഇവിടെ ഉണ്ടാകുന്ന ഫെയിലിയർ നമ്മൾ ബ്രിട്ടിൽ ഫെയിലിയർ എന്നാണ് പറയുക. പിന്നെ സ്റ്റീൽ റീൻഫോഴ്സ്ഡ് ഇസ് മോർ ബാലൻസ് എമൗണ്ട്. കോൺക്രീറ്റ് ക്രഷസ് ഫസ്റ്റ് ബിഫോർ സ്റ്റീൽ ഈൽഡ്. സ്റ്റീല് ഈൽഡ് ആവുന്നത്, അതായത് സ്റ്റീലിൻ്റെ അവിടെ ഈൽഡ് ആവുന്നതിന് മുന്നേ കോൺക്രീറ്റ് ക്രഷ് ആവും, എന്നിട്ട് വേഗം പൊട്ടിപ്പോവും. ഓക്കെ, അതായത് ഇതിൻ്റെ ഡയഗ്രം നമ്മൾ വരയ്ക്കുമ്പോൾ ഓവർ റീൻഫോഴ്സ്ഡ് കണ്ടീഷനാണ് കേട്ടോ അത്. ഇതാണ് നമ്മുടെ എക്സ് യു മാക്സ്. ഇവിടെ എക്സ് യു, ഇതാണ് നമ്മുടെ സ്റ്റീൽ. ഇവിടെ എക്സ് യു എങ്ങനെയാണ് വരിക വെച്ചാൽ നമ്മൾ ഇതെന്ന് വെച്ചാൽ ന്യൂട്രൽ ആക്സിസ് ആണ് കേട്ടോ, ന്യൂട്രൽ ആക്സിസ്. ഇപ്പോൾ ന്യൂട്രൽ ആക്സിസിനെയും കാട്ടി താഴ്ന്നിട്ടായിരിക്കും നമ്മുടെ എക്സ് യു വരിക. ഇതാണ് എക്സ് യു, ഇതുവരെയുള്ളതാണ് എക്സ് യു. അപ്പോൾ ഇതിൻ്റെ പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാകുന്ന ഫെയിലിയറിനെ നമ്മൾ ബ്രിട്ടിൽ ഫെയിലിയർ എന്നാണ് പറയുക. ഇവിടെ എങ്ങനെയാണ് എക്സ് യു ഗ്രേറ്റർ ദാൻ, ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എക്സ് യു ഈസ് ഗ്രേറ്റർ ദാൻ എക്സ് യു മാക്സ്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ കോൺക്രീറ്റ് ക്രഷസ് ഫസ്റ്റ്. ഇവിടെ ഭൂരിഭാഗവും കോൺക്രീറ്റ് ആണ്, അപ്പോൾ കോൺക്രീറ്റ് ആണ് ആദ്യം ക്രഷ് ആവുക. കോൺക്രീറ്റ് ക്രഷസ് ഫസ്റ്റ്, ബിഫോർ സ്റ്റീൽ ഈൽഡ്. ഓക്കെ, ഇനി ബാലൻസ്ഡ് റീൻഫോഴ്സ്ഡിൻ്റെ കണ്ടീഷൻ എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഡയഗ്രാം വരയ്ക്കാം. ഡയഗ്രത്തിൽ നിന്ന് തന്നെ നമുക്ക് എക്സ് യുവിനെ എക്സ് യു മാക്സിനെ പറ്റിയിട്ടൊക്കെ മനസ്സിലാവും. അപ്പോൾ ആദ്യം നമ്മൾ ന്യൂട്രൽ ആക്സിസ് വരയ്ക്കുക, പിന്നെ നമ്മൾ സ്റ്റീല് കൊടുക്കുക, പിന്നെ എന്താ ചെയ്യേണ്ടത്, ഇവിടെ എക്സ് യു മാക്സിനെ കാട്ടി ചെറുതും എക്സ് യുവും, ഇവിടെ എക്സ് യു മാക്സിനെ കാട്ടി വലുതുമാണ്. ഈ ഒരു കണ്ടീഷനിൽ വെച്ചാൽ എക്സ് യു മാക്സും എക്സ് യുയും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫെയിലിയറിനെ നമ്മൾ ബ്രിട്ടിൽ ഫെയിലിയർ എന്നാണ് പറയുക. പിന്നെ സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ് ആർ സെയിം എമൗണ്ട്. ഇവിടെ എടുത്തിരിക്കുന്ന സ്റ്റീലും കോൺക്രീറ്റും സെയിം എമൗണ്ട് ആയിരിക്കും. പിന്നെ സ്റ്റീൽ ഈൽഡ് ആൻഡ് കോൺക്രീറ്റ് ക്രഷസ് സൈമൾട്ടേനിയസ്ലി, ഒരുമിച്ച് ബ്രേക്ക് ആയി പോകും. ആദ്യം സ്റ്റീൽ ഈൽഡ് ആവുന്നു, അതിന് സൈമൾട്ടേനിയസ് ആയിട്ട് കോൺക്രീറ്റ് ക്രഷും ആവുന്നുണ്ട്. അപ്പോൾ ബോത്ത് ഫെയിൽസ് ടുഗദർ. അപ്പോൾ ഇതിന് ബാലൻസ്ഡ് ഫെയിലിയർ എന്നാണ് നമ്മളിതിനെ പറയാം. അപ്പോൾ ഫസ്റ്റ് എഴുതേണ്ട പോയെന്ന് വെച്ചാൽ സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ്. ഈ പിക്ചർ നമുക്ക് മനസ്സിലാവും, സ്റ്റീലും ആൻഡ് കോൺക്രീറ്റ്, സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ് ആർ സെയിം എമൗണ്ട്. പിന്നെ ബാലൻസ്ഡ് ഫെയിലിയർ.
ഓക്കെ. പിന്നെ ഇവിടെ എന്താണ് ഫെയിലിയറിന് നമ്മൾ പറഞ്ഞു ബാലൻസ്ഡ് ഫെയിലിയർ ആണ്. അപ്പോൾ ഇവിടെ ആദ്യം എന്താണ് സ്റ്റീൽ ഈൽഡ്, അതുപോലെ അതിൻ്റെ കൂടെ തന്നെ ആൻഡ് കോൺക്രീറ്റ് ക്രഷസ്. സൈമൾട്ടേനിയസ്ലി. അപ്പോൾ ഈ 3 എണ്ണത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഈ അണ്ടർ റീൻഫോഴ്സ്ഡ് ആണ് കേട്ടോ.